നമസ്കാരം സുഹൃത്തുക്കളെ. ചില ക്രൈം സ്റ്റോറികളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരമൊരു ക്രൈം സ്റ്റോറിയെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കൊലപാതകങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്താറുണ്ട്. എന്നാൽ ചില കൊലപാതകങ്ങളാകട്ടെ മനുഷ്യബന്ധങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരതകളുടെ അങ്ങേയറ്റം വിളിച്ചോതുന്നതായിരിക്കാം ആ കൊലപാതകം. വെൽ പ്ലാൻഡും അതുപോലെ തന്നെ എക്സിക്യൂട്ടും ചെയ്ത് ഒരു തരത്തിലും പ്രതികൾ പിടിക്കപ്പെടില്ല എന്ന് കണക്ക് കൂട്ടി ചെയ്യുന്ന കൊലപാതകങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കൊലപാതകങ്ങളുടെ തീവ്രതയും വളരെയധികം കൂടുതലായിരിക്കും. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പോലീസിനെയും നാട്ടുകാരെയുമെല്ലാം ഒരുപോലെ കുഴക്കിയ, എന്നാൽ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് കൊണ്ട് മാത്രം, അമിതമായ കണ്ണുനീര് കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു കൊലപാതകം, അമിതമായ കണ്ണുനീര് കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു യഥാർത്ഥ ക്രൈം സ്റ്റോറിയാണ്. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ആ രാത്രി സമയം പുലർച്ചെ 5:30 മണി. നഗരത്തിലേക്ക് കടക്കുന്ന ആ പ്രധാനപ്പെട്ട ബൈപ്പാസിന്റെ റോഡ് മുഴുവൻ പുകമഞ്ഞുകൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൗണിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിലെ സെക്യൂരിറ്റി ഗാർഡ് ഒന്ന് ശരീരം ചൂടാക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ദയനീയമായ കാഴ്ച കാണുന്നത്. റോഡരികിൽ ഒരു ബൈക്ക് വീണ് കിടപ്പുണ്ട്. ആ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് കെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ആ ബൈക്കിനടുത്തേക്ക് പോവുകയാണ്. ബൈക്കിനടുത്തേക്ക് ചെന്ന് അദ്ദേഹം നോക്കിയപ്പോൾ കണ്ട കാഴ്ച നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു. ഒരാള് രക്തത്തിൽ കുളിച്ചിട്ട് ആ ബൈക്കിന്റെ അടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അയാൾ തലയിൽ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അയാളുടെ മുഖത്തും തലയിലും ഇങ്ങനെ നിറച്ച ശരീരം മാസകലം രക്തമാണ്. ഇയാൾ പെട്ടെന്ന് പേടിച്ചുപോയി. ഇയാൾക്ക് ഉറക്കെ നിലവിളിക്കണമെന്നുണ്ട്, പക്ഷേ പുറത്തേക്ക് ശബ്ദം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ പെട്ടെന്ന് ഇയാളുടെ ഫോൺ എടുത്ത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ആ ചായക്കട അല്ലാതെ ആ പരിസര ഭാഗങ്ങളിൽ വേറെ കടകളോ ആളുകളോ ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉണ്ടായിരുന്നല്ലോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴ പെയ്ത് തുറന്നതിന് ശേഷമുള്ള ആ പുകമഞ്ഞ് കാരണം പരിസരത്തുള്ള ആളുകൾക്ക് തന്നെ പരസ്പരം കാണാനാവുന്നത് ചെറിയ രീതിയിലായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് വണ്ടി സൈറൻ മുഴക്കിക്കൊണ്ട് അവിടേക്ക് പാഞ്ഞെത്തി. ക്രൈം സ്പോട്ടിലെത്തിയ ഡിവൈഎസ്പി വിക്രമും സംഘവും പെട്ടെന്ന് തന്നെ വണ്ടി പുറത്തിറങ്ങി. എന്നിട്ട് ആ പരിസരമാകെ ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിരീക്ഷിച്ച സമയത്ത് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഈ ബോഡിയുടെ അടുത്തേക്കാണ് അവർ ആദ്യം പോയത്. ബോഡിയിൽ കഴുത്തിൽ ഇങ്ങനെ ഒരു ID കാർഡ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതെടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന രേഖ, പേര് പ്രശാന്ത്, 31 വയസ്സ് പ്രായം. ഇദ്ദേഹം ഒരു പ്രശസ്ത കമ്പനിയിലെ നൈറ്റ് ഡ്യൂട്ടി ജീവനക്കാരനാണ്. ഒരുപക്ഷെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്തായിരിക്കാം ഇത്തരം ഒരു അപകടമുണ്ടായിരുന്നത്. ഈ സെക്യൂരിറ്റി ജീവനക്കാരെ പോലെ തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തത്, സാർ, ഇവിടെ ഒരാൾ ആക്സിഡന്റ് പറ്റി അപകടപ്പെട്ട് കിടക്കുന്നു, പെട്ടെന്ന് ഓടി വരണം എന്നുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വെപ്രാളത്തിൽ അദ്ദേഹത്തിന് ആംബുലൻസിനെ വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു ഡീമെറിറ്റ് ആണ്. പക്ഷേ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഇവർ വന്നതും. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ബോഡി വിദഗ്ധമായിട്ട് പരിശോധിക്കുകയാണ്. അങ്ങനെ വിദഗ്ധമായി പരിശോധിച്ച സമയത്ത് ഇവർക്ക് ഒരു പന്തികേട് തോന്നി. ഈ ബോഡി ഇങ്ങനെ തിരിച്ചു കിടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ 2 വെട്ടുള്ള പാടാണ്. ഇത് ഒരു അപകട മരണമല്ല, മറിച്ച് ഒരു കൊലപാതകമാണെന്ന് അവർ നിരൂപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ ഉയർന്നു വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇദ്ദേഹം കത്തികൊണ്ട് സ്വയം അപകടപ്പെടുത്തിയതാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ആവാൻ സാധ്യതയില്ല അല്ലേ? കാരണം കഴുത്തിലുള്ള മുറിവുകൾ 2 വലിയ പാടാണ്. ഒരാൾ കഴുത്തിൽ ഒരു മുറിവുണ്ടാക്കിയാൽ തന്നെ പിന്നീട് ഒരു മുറിവ് കൂടി ഉണ്ടാക്കാനുള്ള ത്രാണി ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അപകട മരണമല്ല, ഇതൊരു ആത്മഹത്യയല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണ് എന്ന ഒരു രീതിയിലേക്ക് ഈ കേസ് വഴിമാറി വരികയാണ്. പിന്നീട് ആ സെക്യൂരിറ്റിക്കാരൻ ഓർത്തെടുക്കുന്നുണ്ട്, താൻ ചായ കുടിക്കാൻ ഇറങ്ങുന്നതിന് തൊട്ടു മുന്നേ എന്തോ ഒരു ശബ്ദം കേട്ടിരുന്നു. ഒരു വണ്ടി വീണ ശബ്ദമാണോ എന്നെനിക്ക് സംശയമുണ്ട്. മാത്രമല്ല ഒരാൾ അലറി കരയുന്നത് പോലെ ഒരു ശബ്ദവും കേട്ടിരുന്നു. ഒരുപക്ഷെ ഈ ശബ്ദമാണോ താൻ കേട്ടത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കൊലപാതകമല്ലെന്നും മോഷണ ശ്രമമല്ലെന്നും തെളിയിക്കുന്ന രീതിയിലുള്ള 2 തെളിവുകൾ കൂടി പോലീസുകാർക്ക് അവിടെ നിന്ന് ലഭിക്കുകയാണ്. അതിലൊന്ന്, അദ്ദേഹത്തിന്റെ സ്വർണ്ണമാലയും പോക്കറ്റിലുണ്ടായിരുന്ന പേഴ്സുമെല്ലാം അതുപോലെ തന്നെ അവിടെ തന്നെയുണ്ട്. മാത്രമല്ല ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ നിലവിളിക്കില്ല എന്നൊരു സാധ്യത കൂടി പോലീസ് അവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും ക്രൂരമായി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമാണെന്ന് അവർ തീരുമാനിച്ചു. പോലീസ് പിന്നീട് നേരെ പോകുന്നത് പ്രകാശിന്റെ വീട്ടിലേക്കാണ്. പ്രകാശിന്റെ വീട്ടിൽ ചെന്ന് ആ വാതിലിൽ അവർ തട്ടി വിളിച്ചു. ഭാര്യ ഉറക്കച്ചെവടോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു. സാർ, എന്താണ് കാര്യം? ഇത്ര അതിരാവിലെ എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? ആ ഭാര്യ പോലീസുകാരോട് ചോദിക്കുകയാണ്. പോലീസ് ശാന്തമായി മറുപടി പറഞ്ഞു,
ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ പരിഭ്രാന്തരാക്കരുത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. എന്നിട്ട് ആ സ്ത്രീയോട് പോലീസുകാർ പറയാണ്, നിങ്ങളുടെ ഭർത്താവിന് ഇന്നലെ രാത്രി ഒരു അപകടമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നിങ്ങളുടെ ഭർത്താവിൻ്റെ ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. ഇത് കേട്ട ഉടനെ ആ സ്ത്രീ തല കറങ്ങി ആ സ്പോട്ടിലേക്ക് വീഴുകയാണ്. പോലീസും അവിടെ കൂടിയ നാട്ടുകാരും ചേർന്ന് ഈ സ്ത്രീയുടെ മുഖത്തേക്ക് അല്പം വെള്ളം തെളിച്ചു. ഈ സ്ത്രീക്ക് ബോധം വന്ന സമയത്ത് ഈ സ്ത്രീ ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഇന്നലെ രാത്രി എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്കൊരു ഉമ്മയും തന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോയ ആളാണ്. എന്നെ കൂടി ഒന്ന് കൊന്നു തരുമോ സാറേ? ആരും എനിക്കിനി ഭൂമി ബാക്കിയില്ല. എന്നെ കൂടി ഒന്ന് കൊന്നു തരികയാണെങ്കിൽ എനിക്ക് സമാധാനമായി അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ കരഞ്ഞത്. പോലീസിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഇങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുകയാണ്. ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാരും പോലീസുകാരുമെല്ലാം കണ്ണുനീർ തുടച്ച് അവിടെ തന്നെ നിന്നു. പോലീസിന്റെ മേലിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ, അതായത് നല്ല പണമിടപാടുകൾ നടക്കുന്ന നല്ല സ്വത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ ജോലിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഇടയിലും പോലീസിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും തെളിയിച്ചേ പറ്റുള്ളൂ. ആദ്യം പോലീസുകാർ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തുകയാണ്. പോലീസിന് ഇദ്ദേഹത്തിന്റെ യാതൊരു ശത്രുക്കളെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല കൊലപാതക സ്പോട്ടിൽ നിന്നും പോലീസിന് യാതൊരുവിധ തെളിവുകളും കണ്ടെത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പോലീസ് കണ്ടെത്തേണ്ടതും ഇത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ കണ്ടെത്താതെ ഒരിക്കലും ഈ കേസ് തെളിയിക്കാൻ കഴിയില്ല എന്നത് പോലീസിനും നിശ്ചയദാർഢ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ തങ്ങൾക്ക് ഇതിനെ തെളിയിക്കാം എന്നുള്ള തരത്തിലായി പോലീസിന്റെ ആലോചന. പത്രക്കാർ ഇതിനെയെല്ലാം പൊളിച്ചെഴുതി. പോലീസുകാർ ഇരുട്ടി തപ്പുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. പ്രകാശിന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല, പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള വാർത്തകൾ ദിനം പ്രതി പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടേയിരുന്നു. പോലീസ് ശരിക്കും സ്റ്റക്കായി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ബുദ്ധിമുട്ടുന്നു. ഇതിനിടയിൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി പ്രകാശിന്റെ വീട്ടിലേക്ക് പോലീസ് ദിനം പ്രതി പോകുന്നുണ്ട്. എന്നാൽ പോലീസ് ആ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ഈ ഭാര്യ ഒന്നെങ്കിൽ ഏങ്ങനടിച്ച് കരയുകയോ ചേട്ടാ ചേട്ടാ എന്ന് ഉറക്കെ നിലവിളിച്ച് പരിഭ്രാന്തി അഭിനയിക്കുകയോ ചെയ്യുകയാണ്. ഒരിക്കലും ഈ സ്ത്രീയെ ചോദ്യം ചെയ്യാനോ ഇവരുടെ നിന്ന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാനോ പോലീസിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും യാതൊരു ഡാറ്റയും ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ഈ കേസ് മുന്നോട്ട് പോകുന്നില്ല. ഇതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീട് പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും ഇതിന് തെളിവുകൾ ശേഖരിച്ചേ മതിയാവൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഈ സ്ത്രീയെ ബലമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു. എന്നാൽ വീണ്ടും വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ സ്ത്രീ അബോധാവസ്ഥയിലാണ്. ഈ സ്ത്രീ ഉറക്കെ നിലവിളിക്കുകയാണ്. എന്റെ ചേട്ടനെ കൊണ്ടുപോയി അവിടത്തേക്ക് തന്നെ എന്നെ കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നാടകീയമായ രീതിയിലുള്ള അഭിനയങ്ങളാണ് ആ സ്ത്രീയുടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നാട്ടുകാരിൽ ചിലർ അവിടെ ഇടപെടുകയാണ്. എന്നിട്ട് പോലീസിനോട് പറയാണ്, സർ, ഭർത്താവ് മരിച്ച ദുഃഖം ഇതുവരെ മാറാത്ത ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. ഇനി അവരെ ചോദ്യം ചെയ്ത് ഉപദ്രവിക്കരുത്. പോലീസ് വീണ്ടും അവിടെ സ്റ്റക്കായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കൊലപാതകം നടന്ന് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കേസിന്റെ കാര്യത്തിൽ യാതൊരുവിധ പുരോഗതിയുമില്ല. പോലീസ് ആകെ ഇരട്ടിൽ തപ്പുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ DYSP വിക്രം റഹീം എന്ന് പറയുന്ന CIനെ അടുത്തേക്ക് വിളിക്കുകയാണ്. റഹീമിനോട് വിക്രം സാർ ചോദിക്കുകയാണ്, റഹീം, നിങ്ങൾക്ക് ആ സ്ത്രീയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞോ? ആ വീട്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഡാറ്റ ശേഖരിക്കാൻ കഴിഞ്ഞോ? റഹീം പറയാണ്, സാർ, ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തെല്ലാം ഈ സ്ത്രീ പരിഭ്രാന്തയായി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളാണെങ്കിൽ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ സ്ത്രീയെ ഇനി ചോദ്യം ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഞങ്ങളുടെ പുറകിൽ കൂടുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സാർ, ഞങ്ങൾ നിസ്സഹായരാണ്. വിക്രം ഒരു കാര്യം അപ്പോൾ തന്നെ റഹീമിനോട് ചോദിക്കുകയാണ്, റഹീം, നീ ഒരു കാര്യം നോട്ട് ചെയ്തു. നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വരെ ആ സ്ത്രീക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നമ്മൾ ആ വീടിന്റെ വാതിൽ പണി കിടക്കുന്ന സമയത്താണ് ആ സ്ത്രീ ഇത്തരത്തിൽ എല്ലാവിധ അഭിനയങ്ങളും കാഴ്ചവെക്കുന്നത്. നമ്മൾ അവിടെ കയറി ചെല്ലുന്ന സമയത്ത് ഈ സ്ത്രീക്ക് ബോധമുണ്ടാവില്ല. ഒന്നുകിൽ ഇവർ ഭ്രാന്ത് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഉറക്കെ നിലവിളിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മുടെ ശ്രദ്ധ വേറെ ഏതെങ്കിലും ഭാഗത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. ഇതിലെന്തോ ഒരു പന്തികേട്. എനിക്കിതിൽ നല്ല സംശയം തോന്നുന്നുണ്ട്. നാളെ വനിതാ പോലീസുമായി നമ്മൾ ആ വീട്ടിലേക്ക് പോകും. തീർച്ചയായും നമുക്ക് അവിടെ നിന്നും എന്തെങ്കിലും രേഖകൾ ലഭിക്കാതിരിക്കില്ല. വിക്രം സാറ് റഹീമിനോട് വേറൊരു കാര്യം കൂടി പറയാണ്. ഒന്നുകിൽ ഈ സ്ത്രീക്ക് ചെറിയ എന്തൊരു മാനസിക പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ ഈ സ്ത്രീ നമ്മളെ കാണുമ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ധരിക്കുന്ന മാസ്ക് ആണ് ഈ കണ്ണുനീരെന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇന്ന് ആ വീട്ടിലേക്ക് വനിതാ പോലീസിനെ കൊണ്ടുപോകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും 2 വണ്ടികളിലായി ഫുൾ സ്കോഡോടുകൂടി ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. വീടിന്റെ മുന്നിലെത്തി വീടിന്റെ പടി കയറി അകത്തേക്ക് കയറുന്ന സമയത്ത് ഈ സ്ത്രീ ബോധം കെട്ടതായി അഭിനയിക്കുന്നു. പിന്നീട് കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചാളുകൾ ഇവരുടെ മുഖത്ത് വെള്ളം തെളിച്ച് ഇവരോട് എണീക്കാൻ പറയുന്നു. അപ്പോഴെല്ലാം ഈ സ്ത്രീ ഒന്നും അറിയാത്ത ഭാവത്തിൽ മെല്ലെ കണ്ണു തുറന്ന് എണീറ്റുകൊണ്ട് ഉടനെ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ അയ്യോ സാറേ, എന്തിനാണ് വീണ്ടും വന്നിരിക്കുന്നത്? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നതിന് പകരം ആ പ്രതിയെ പിടികൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ കരയാൻ തുടങ്ങി. എന്നാൽ പോലീസിന് ചില നിശ്ചയദാർഢ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 6 ദിവസമായി തങ്ങളെ ഈ വീട്ടിലേക്ക് കയറാനോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ ഈ സ്ത്രീ സമ്മതിച്ചിരുന്നില്ല. സ്വന്തം ഭർത്താവാണ് മരണപ്പെട്ടതെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കേണ്ടത് പോലീസുകാരെക്കാളേറെ ആവശ്യം ഈ സ്ത്രീക്കും കൂടിയാണ്. കാരണം നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ കൊലയാളിയെ കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ വനിതാ പോലീസ് ഉടനെ തന്നെ ആ സ്ത്രീയോട് അലമാര പരിശോധിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീടും അലമാരയുമെല്ലാം ഞങ്ങൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അലമാരയുടെ ചാവി ഒന്ന് വേണം. അത്ര നേരം കരഞ്ഞഭിനയിച്ചു കൊണ്ടിരുന്ന ഈ സ്ത്രീയുടെ മട്ടും ഭാവവും എല്ലാം അപ്പോൾ മാറുകയാണ്. ഈ സ്ത്രീ പറഞ്ഞു, അലമാരയിൽ എൻ്റെ വസ്ത്രങ്ങളാണ് ഇരിക്കുന്നത്, അത് പുരുഷന്മാർ പരിശോധിക്കാൻ പാടില്ല. ഉടനെ തന്നെ റഹീം സാർ പറഞ്ഞു, മാഡം, ഞങ്ങൾ നിങ്ങളുടെ അലമാര പരിശോധിക്കുന്നില്ല, പകരം വനിതാ പോലീസ് വന്നിട്ടുണ്ട്, അവരാണ് നിങ്ങളുടെ അലമാര പരിശോധിക്കാൻ പോകുന്നത്, ഞങ്ങളോട് സഹകരിക്കണം. ഈ സ്ത്രീ എന്ത് ചെയ്താൽ അലമാരയുടെ ചാവി എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അവരെ ബലമായി പിടിച്ചു നിർത്തി ആ പരിസരങ്ങൾ മുഴുവൻ പരിശോധിച്ചു. അങ്ങനെ ആ ജനലിന്റെ ഒരു കോണിൽ നിന്നും ചെറിയ ഒരു പൊതിഞ്ഞ രൂപത്തിൽ ഒരു ചാവി കിട്ടുകയാണ്. അത് അലമാരയുടെയാണ്. പോലീസ് വളരെ വിദഗ്ധമായി ആ ചാവി കണ്ടുപിടിച്ചു. അലമാര തുറക്കുകയാണ്. അലമാര തുറന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് സാരികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായി മടക്കി വെച്ചിരിക്കുകയാണ്. പോലീസ് ഈ സാരി ഓരോന്നായിട്ട് മാറ്റാൻ തുടങ്ങി. ഈ സ്ത്രീ റിപ്പീറ്റ് ചെയ്യുകയാണ്, സാർ, അതിനെന്റെ സാരി മാത്രമേ ഉള്ളൂ, അത് പരിശോധിക്കരുത്. റഹീം സാർ ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ സാരി മാത്രമാണ് അതിനകത്തെങ്കിൽ പരിശോധിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഞങ്ങൾക്കിത് ഇന്ന് പരിശോധിച്ചേ പറ്റുകയുള്ളൂ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത്. പിന്നീട് വനിതാ പോലീസ് ഈ സാരി മുഴുവൻ വലിച്ചിട്ട് പരിശോധിച്ചു. അവർക്ക് അതിനിടയിൽ നിന്നും ഒരു പൊതി കിട്ടുകയാണ്. ഈ പൊതി പോലീസ് കയ്യിലെടുത്തു. ഈ സ്ത്രീയുടെ മുഖത്തുള്ള ചോരയൊക്കെ അങ്ങനെ വാർന്നുപോയി. പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അവര് ക്ഷുഭിതയായി. പിന്നീട് പെട്ടെന്ന് പാവത്തിനെ പോലെ അഭിനയിക്കുകയാണ്. സാർ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ സിം കാർഡാണത്, അതിപ്പോൾ വർക്കിംഗ് അല്ല, ഞാൻ അതുകൊണ്ട് അലമാരയുടെ മൂലയ്ക്ക് എടുത്തു വെച്ചതാണ്. ഉടനെ റഹീം സാറിന്റെ മട്ടും ഭാവവും മാറി. സാറ് ചോദിക്കുകയാണ് ഈ സ്ത്രീയോട്, നിങ്ങൾ ഉപയോഗശൂന്യമായ ഈ സിം കാർഡ് എന്തിനാണ് ഇത്ര ഭദ്രമായി പൊതിഞ്ഞെടുത്തു വെച്ചിരിക്കുന്നത്? എന്തായാലും തങ്ങൾക്ക് കിട്ടിയ ആ ഒരു തുമ്പ് വിട്ടുകളയാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അവർ സൈബർ പോലീസിലേക്ക് വിളിച്ച് ഈ സിം കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ സിം കാർഡിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. ഉടനെ പിറ്റേ ദിവസം തന്നെ സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് വന്നു. ഈ സിം കാർഡിൽ നിന്നും പൊതുവെ അങ്ങനെ ആരെയും ഈ സ്ത്രീ വിളിച്ചിട്ടില്ല. മാത്രമല്ല, ഒരൊറ്റ നമ്പറിലേക്ക് മാത്രം. ആ സിം കാർഡിന്റെ ഉടമസ്ഥൻ വിനീത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈ വിനീത് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നമ്പറിലേക്ക് ഈ അനിത എന്ന് പറയുന്ന പ്രശാന്തിന്റെ ഭാര്യയായ യുവതി നിരന്തരം ഡസൺ കണക്കിന് കോളുകൾ ദിനം പ്രതി ചെയ്തിട്ടുണ്ട്. സംഭവം 1.5 വർഷം മുൻപാണ് നടക്കുന്നത്. ഈ സ്ത്രീയുടെ രഹസ്യ കാമുകനാണ് വിനീത് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. ഇവർ മുൻപേ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു വിനീത് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനും. പിന്നീട് പോലീസ് നേരെ പോയത് വിനീതിന്റെ വീട്ടിലേക്കാണ്. വിനീതിന്റെ വീട് പോലീസ് കംപ്ലീറ്റ് ആയിട്ട് വളഞ്ഞു. എന്നിട്ട് വിനീതിനെ കസ്റ്റഡിയിലെടുത്തു. വിനീതിനെ ചോദ്യം ചെയ്ത സമയത്ത് വിനീത് ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു. ഈ സ്ത്രീയെക്കുറിച്ചും അതുപോലെ കളഞ്ഞു കിട്ടിയ ഈ സിം കാർഡിനെ കുറിച്ചും ചോദിച്ച സമയത്ത് ആദ്യം വിനീത് ഒന്ന് പരിങ്ങി. പക്ഷേ തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ വിനീത് ചില സത്യങ്ങൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. വിനീത് പോലീസിനോട് പറഞ്ഞ സത്യങ്ങൾ ഇപ്രകാരമാണ്. സർ, ഞാനും അനിതയും കഴിഞ്ഞ 1.5 വർഷമായി ഒരു റിലേഷൻഷിപ്പിലാണ്. ഇവരുടെ ഭർത്താവ് രാത്രി ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ പോയി കിടക്കാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ചേട്ടന്, അതായത് പ്രശാന്ത് എന്ന് പറയുന്ന ആ യുവാവിന് ഞങ്ങളുടെ പേരിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. സംഭവം പുറത്തറിഞ്ഞതോടുകൂടി തങ്ങളുടെ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഈ സ്ത്രീ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇയാളെ ഇല്ലാതാക്കാൻ, പ്രശാന്തിനെ ഇല്ലാതാക്കാൻ ഈ സ്ത്രീ തന്നെയാണ് തന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്രകാരം താനോട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി.
രാത്രിയിൽ ഏറെ വൈകി ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ കത്തിക്കൊണ്ട് ഞാൻ കാത്തിരുന്നു. പരിചയം അഭിനയിച്ച് ഇയാളുടെ വണ്ടിക്ക് കൈ കാണിച്ചു. ഇയാൾ വണ്ടി നിർത്തിയ സമയത്ത് ഇയാൾ ലിഫ്റ്റ് ചോദിച്ച് ഇയാളുടെ പുറകിൽ കയറി. ആരോരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലമെത്തിയ സമയത്ത് ഇയാളുടെ കഴുത്തിൽ ഞാൻ കത്തി കൊണ്ടുവരഞ്ഞു. ഇയാൾ അവിടെ വണ്ടിയിൽ നിന്ന് സ്കിഡായി തെറിച്ച് വീണു. ആ സമയം ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ അവിടെ നിന്നും അലറി വിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ആ കത്തി കൊണ്ട് ഓടി വന്ന് കഴുത്തിലേക്ക് വെട്ടി. അതിനുശേഷം ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പോലീസ് വിനീതിനെയും കൂട്ടി നേരെ പോയത് അനിതയുടെ വീട്ടിലേക്കാണ്, അതായത് പ്രകാശിന്റെ വീട്ടിലേക്ക്. പ്രകാശിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തി. പോലീസ് വണ്ടിയിൽ നിന്നിറങ്ങി. ആ സമയത്ത് അനിത പോലീസിന്റെ വണ്ടിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ സമയത്താണ് വിനീതിന്റെ എൻട്രി. വിനീതിനെ പോലീസിന്റെ കൂടെ കണ്ടതോടുകൂടി ആ സ്ത്രീയുടെ മറ്റും ഭാവമൊക്കെ മാറുകയാണ്. അത്ര നേരം കരഞ്ഞ കണ്ണുകളുമായി നിന്ന ആ യുവതിയുടെ മുഖത്ത് ഒരു തണുത്ത ക്രൂരമായ ഭാവമാറ്റങ്ങൾ വന്നു തുടങ്ങി. പോലീസ് നേരെ വിനീതിനെ കൊണ്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് DYSP വിക്രം ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളെ ഇത്രമേൽ സ്നേഹിച്ച ഈ പാവപ്പെട്ട മനുഷ്യനോട് ഇത്ര വലിയ ക്രൂരത കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി സ്ത്രീയെ? അനിത എന്ന് പറയുന്ന ആ സ്ത്രീ പോലീസിനോട് മറുപടി പറയുകയാണ്, സാർ, എനിക്ക് ഇയാളെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. ഇയാൾക്കാണെങ്കിൽ ആരോഗ്യവുമില്ല, പണവുമില്ല. പക്ഷേ എൻ്റെ ഈ വിനീത് എന്ന് പറയുന്ന സുഹൃത്തിന്റെ കയ്യിൽ പണവുമുണ്ട്, ആരോഗ്യവുമുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇയാളൊരു തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇയാളെ ജീവിതത്തിൽ നിന്ന് തള്ളി മാറ്റാൻ ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇല്ലാതാക്കിയതും. നാട്ടുകാരെല്ലാം ഈ മറുപടി കേട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അത്ര സമയം പോലീസ് ആ വീട്ടിലേക്ക് വരുന്നത് വരെ ഇവരോട് സഹതാപം മാത്രമുണ്ടായിരുന്ന ആളുകൾക്ക് ഇവരോട് പെട്ടെന്ന് ക്രൂരമായ ഒരു ആറ്റിറ്റ്യൂഡ് വരികയാണ്. ഈ സ്ത്രീ ഇത്ര ക്രൂരയാണോ എന്ന് അവരുടെ ഓരോരുത്തരുടെയും നോട്ടത്തിലുണ്ടായിരുന്നു. ക്രൂരയായ ഒരു സ്ത്രീയോടാണോ നമ്മൾ ഇത്രയും നാൾ, അതായത് ഒരാഴ്ചക്കാലത്തോളം ഇത്രയും അനുതാപവും സഹതാപവും ഒക്കെ കാണിച്ചത്? വളരെ മോശം. ഇവർക്കൊരു മനുഷ്യ സ്ത്രീയാണോ? ഇത്തരം ചർച്ചകൾ അവിടെ ആളുകൾക്കിടയിൽ വന്നു തുടങ്ങി. ഒരു ക്രൂരയായ കൊലപാതകയുടെ യഥാർത്ഥ മുഖമാണ് അവിടെ വെളിവായിരിക്കുന്നത്. ഇത്രനാളും തങ്ങൾ ചെയ്ത ക്രൂരത പുറത്തു വരാതിരിക്കാനും തങ്ങൾ ചെയ്ത മർഡർ മറ്റാരും കണ്ടുപിടിക്കാതിരിക്കാനും വേണ്ടി പോലീസിന്റെ മുന്നിൽ കരഞ്ഞഭിനയിച്ച ആ കള്ളക്കണ്ണീര് നാടകം അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. ഈ പ്രതികളെ പോലീസ് കയ്യാമം വെച്ചു. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ ആരെ, സ്ത്രീയോ പുരുഷനോ ആകട്ടെ, നിങ്ങൾ ആരെ സ്നേഹിച്ചാലും അവർക്ക് നൽകേണ്ടത് കൃത്യമായ സമയത്ത് നൽകിയിട്ടില്ലെങ്കിൽ ഏത് പാമ്പും തിരിഞ്ഞുകൊത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസ്. എത്ര ഭാവാഭിനയം നടത്തിയാലും എത്ര അഭിനയിച്ചാലും ശാസ്ത്രീയമായ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ വളരെ എളുപ്പമാണെന്ന് ഓരോ കുറ്റവാളികളും തിരിച്ചറിയട്ടെ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, കുറ്റം ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രേരണ എന്ന് പറയുന്നത് നൽകുന്ന ശിക്ഷ വളരെ കുറവാണ് എന്നുള്ളതാണ്. ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുന്നിൽ ഏത് ക്രിമിനലാണെങ്കിലും തോറ്റു തൊപ്പിയിടും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രൈം സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.